കൂവപ്പടി മഹാഗണപതി ക്ഷേത്രത്തിൽ നവചണ്ഡികാ ഹോമം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. കൂവപ്പടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നവചണ്ഡികാ ഹോമത്തിന് നല്ല ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രഗത്ഭരായ 12 വേദപണ്ഡിതരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സാംബകൃഷ്ണ ദീക്ഷിതർ, കണ്ണൻ ദീക്ഷിതർ എന്നിവരാണ് മുഖ്യ കാർമ്മികർ. 700 ശ്ലോകങ്ങളുള്ള ദേവി മഹാത്മ്യം സമ്പൂർണമായി പാരായണം ചെയ്തുകൊണ്ട് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവതകൾക്ക് മുൻപിൽ നെയ്യ്, തിലകം, നവധാന്യങ്ങൾ, ദർഭ, പുഷ്പങ്ങൾ, ചന്ദനം, കുങ്കുമം, മഞ്ഞൾ, പ്രത്യേക ദ്രവ്യങ്ങൾ, കൂവളത്തില, കറുകപ്പുല്ല്, ശർക്കര, തേൻ, പാല്, തൈര്, ഫലമൂലാദികൾ, നാളികേരം, ഔഷധദ്രവ്യങ്ങൾ, വേരുകൾ, ഇലകൾ, വിത്തുകൾ തുടങ്ങിയവയും ദേവിക്കായുള്ള പട്ടുവസ്ത്രങ്ങൾ, താമ്പൂലം തുടങ്ങിയവയെല്ലാം ഹോമകുണ്ടത്തിൽ അർപ്പിച്ചാണ് ചടങ്ങുകൾ നടന്നത്. ദേവി മാഹാത്മ്യ മന്ത്രങ്ങൾ പൂർണ്ണമായി 9 ആവർത്തി ഉരുവിട്ടുകൊണ്ട് ആചമനം, ശുദ്ധീകരണം, സ്ഥലശുദ്ധി സങ്കല്പം, കലശസ്ഥാപനം, പൂർണാഹുതി, ആരതി, പ്രദക്ഷിണം, ക്ഷമാപണം എന്നിങ്ങനെ വിവിധങ്ങളായ ചടങ്ങുകളിലൂടെയാണ് ഹോമക്രിയകൾ പൂർത്തിയാകുന്നത്. കൂടാതെ കന്യകാപൂജ, സുഹാസിനി പൂജ, ദമ്പതി പൂജ, ഗോപൂജ, കലശാഭിഷേകങ്ങൾ എന്നിവയും നടന്നു. ചിദംബരത്ത് നിന്നുള്ള വേദപണ്ഡിതരുടെ സാന്നിധ്യം ചടങ്ങുകൾക്ക് സവിശേഷമായ ചൈതന്യം നൽകിയതായി സംഘാടക സമിതി ജനറൽ കൺവീനർ മനോജ് ലക്ഷ്മണൻ അറിയിച്ചു. കുറച്ചു നാളുകളായി കൂവപ്പടിയിലും സമീപ പ്രദേശങ്ങളിലും ദൂരസ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.